या सेफ्टी होटल होटल ഞങ്ങളിപ്പോൾ ഇവിടെ സൊണാലി ഇന്ത്യൻ നേപ്പാൾ ബോർഡറിലുള്ളത്. ഇവിടെ വൻ ഇഷ്യൂ ആണ്, ബോർഡർ ക്ലോസ്ഡ് ആണ്. ഇനിയിപ്പോൾ എപ്പോഴാണ് ഇനിയിപ്പോൾ ഉള്ളിൽ കിടക്കാൻ പറ്റുമെന്ന് അറിയില്ല. പോലീസുകാരൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് വീട്ടിൽ പൊക്കോ, ഇനിയിപ്പോൾ ഇവിടെ നിന്നിട്ട് കാര്യമൊന്നുമില്ല, അങ്ങനെയൊക്കെയാണ് പറയണത്. ഭയങ്കര റിസ്ക്കാണ് പോണത്. അവിടെയല്ല, ബോർഡർ മുഴുവൻ കത്തിയൊക്കെയായിരുന്നു. കുറച്ചും മുമ്പ് വന്നേ ഇവിടെ എത്തിയത്. ഞായറാഴ്ച നാട്ടിൽ നിന്ന് കയറിയേ. അപ്പോൾ അതൊരു ഇഷ്യൂ ഒന്നുമില്ല, വൈകിട്ട് വലിയ ഇഷ്യൂ ഒന്നും ഉണ്ടാവില്ല വിചാരിച്ചേ. ഞങ്ങൾ കയറിയ ശേഷം ഈ ന്യൂസൊക്കെ പുറത്തു വന്നത് ഇന്നൊരു ഉച്ചയ്ക്ക് മുതൽ ട്രെയിനിൽ നിന്നപ്പോഴാണ് കണ്ടത്. പക്ഷേ ഇവിടെ എത്തിയപ്പോൾ സിറ്റുവേഷൻ ആകെ മോശമായി. ലാത്തി വീശി മൊത്തം പോലീസ് ആകെ ആരോ പറഞ്ഞു. കുറച്ചു മുമ്പ് ഞങ്ങൾ ഇവിടെ എത്തിയേ. അപ്പോൾ അവിടെ വൺ സീനായിരുന്നു. ഫുൾ പോലീസും ഞങ്ങളിപ്പോൾ അടിച്ചോടിക്കായിരുന്നു എല്ലാവരും. ഇനിയിപ്പോൾ ഇവിടെ നിൽക്കണോ അതിന് തിരിച്ചു പോകണോ എന്നൊന്നും അറിയാൻ പറ്റാത്തൊരവസ്ഥയിൽ ഇപ്പോൾ നിൽക്കണത്. എന്താ ചെയ്യുന്നതെന്ന് അറിയില്ല. മാക്സിമം വരണവർ വരാതിരിക്കുക. കുറേ ആൾക്കാർ വന്നു ഇവിടെ വന്ന് പെട്ടുപോയി ഒരു അവസ്ഥയിൽ. പിന്നെ ലോഡ്ജ് എടുക്കാൻ വെച്ചാൽ അതും നടക്കുന്നില്ല. അത് ആരോ പറഞ്ഞായിരിക്കും. ലോഡ്ജും ഫുഡൊക്കെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവിടെ. കൂടുതലും കടകളൊക്കെ അടച്ചിട്ടേക്കണ അങ്ങനെയൊക്കെയാണ്. മാക്സിമം വരാതിരിക്കാൻ നോക്കുക ഈ സമയത്ത്. ഞങ്ങളാകെ എന്തെങ്കിലും ഒക്കെ പോയി. ഞങ്ങൾ വരുമ്പോൾ ഇത് അറിഞ്ഞങ്ങ് വരില്ലായിരുന്നു. ഞങ്ങൾ വേറെ ഏതെങ്കിലും ഡെസ്റ്റിനേഷൻ നോക്കിയാണ്. ഇനിയിപ്പോൾ എന്തായാലും ഇവിടെ നിന്നിട്ട് കാര്യമില്ല. ഇനിയിപ്പോൾ നാളെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഞങ്ങൾ നാളെ തിരിച്ചു പോകും. അല്ലാന്നുണ്ടെങ്കിൽ ഇതെല്ലാം ഓക്കെ ആവണമെന്നുണ്ടെങ്കിൽ ഓക്കെ ആവാൻ ചാൻസ് ഭയങ്കര കുറവാണെന്ന് പറഞ്ഞാലും പോവാണ്ടിരിക്കണമായിരിക്കും ബെറ്റർ. കാരണം അവിടെ ഭയങ്കര റിസ്ക്കാന്ന് പറഞ്ഞത്. അവിടെ പോയാലും അവിടെ ഇതേപോലെ അവിടെയും കുറേ മലയാളികളൊക്കെ പെട്ട് കിടക്കുകയാണല്ലോ. കുറേ ആൾക്കാരുണ്ട് ഇവിടെ വന്ന് പോസ്റ്റായിട്ട് കുറേ പേര് പെട്ട് കിടക്കുക. ഇവിടെ നേപ്പാളീസിനെ പോലും കടത്തി വിടുന്നില്ല. റോഡ് മുഴുവൻ വണ്ടികളും. ഇവിടെ നേപ്പാളീസിനെ പോലും അവരെ കയറ്റി വിടുന്നില്ല.